ഷിഹാബ് ചൗട്ടൂറിൻ്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ശരിക്കും പുള്ളിക്കാരൻ ഇപ്പോൾ എവിടെയാണെന്നും അദ്ദേഹത്തിൻ്റെ റേഞ്ച് എന്താണെന്ന് അറിയുമോ? നടന്നുകൊണ്ട് ഹജ്ജിന് പോവുകയും അതിലൂടെ ഫേമസ് ആവുകയും ചെയ്ത മനുഷ്യൻ. ആ സമയത്ത് കേരളക്കര ഒന്നടങ്കം നെഞ്ചോട് ചേർത്ത് പിടിച്ച മനുഷ്യൻ. പക്ഷേ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തോട് കേരളത്തിലെ പല ആളുകൾക്കും വിയോജിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദീനിനെ വിറ്റ് ജീവിക്കുന്ന മനുഷ്യൻ എന്ന രീതിയിൽ കാണുന്നവരുമുണ്ട്. എന്നാൽ പുള്ളിക്കാരൻ്റെ നിലവിലെ അവസ്ഥ തീർച്ചയായിട്ടും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കേരളം പാടെ ഒഴിവാക്കി ഉത്തരേന്ത്യയിലേക്കാണ് പുള്ളിക്കാരൻ ചേക്കേറിയത്. പക്ഷേ ഉത്തരേന്ത്യൻ ജനത അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്താണ് ശരിക്കും പറഞ്ഞാൽ സ്വീകരിച്ചത്. പലയിടത്തും പുള്ളിക്കാരന് എത്തുന്നിടത്തൊക്കെ ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി മാത്രം എത്തിച്ചേരുന്നത്. പലയിടത്തും അദ്ദേഹം മൊയ്ലീദ് സദസ്സും അങ്ങനെ പലതും നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെയും തന്നെ ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും അത്ഭുതപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തെ നോർത്ത് ഇന്ത്യ ഒന്നടങ്കം വരവേൽക്കുന്നത്. പക്ഷേ ഇതിലൂടെ അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞാൽ എന്തും ചെയ്യാൻ ഒരു തരത്തിലും മടിയില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ എന്നുള്ളതാണ്. സാമ്പത്തികമായി ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരുപാട് അണികൾ തന്നെ അദ്ദേഹത്തിന് നിലവിലുണ്ട് എന്നുള്ളതാണ്. അതായത് പുള്ളിക്കാരനെ ആവശ്യപ്പെട്ടാൽ പണത്തിന്റെ പേരിലോ മറ്റെന്തിന്റെ പേരിലോ ആണെങ്കിൽ സഹായിക്കാൻ നിരവധി ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പലയിടത്ത് പോവുകയും ഒന്നുമില്ലാത്ത നാട്ടിൽ എത്തിച്ചേരുകയും അവിടുത്തെ ജനങ്ങളെ ഒന്നടങ്കം സംഘടിപ്പിക്കുകയും ഉള്ളവനിൽ നിന്ന് വാങ്ങിക്കുകയും ഇല്ലാത്തവന് നൽകുകയും ചെയ്യുന്ന നിലപാടുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പലയിടത്തും സ്കൂൾ അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും മുന്നിലോട്ട് പോകാൻ സാധിക്കാത്ത പിന്നോക്ക വിഭാഗങ്ങളെ കൃത്യമായി ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. ആ സമയത്തും അദ്ദേഹത്തിന് ഇന്നും കേരളത്തിൽ ശക്തമായ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. അതായത് ഹജ്ജിന് പോയി അതവിടെ തീർന്നു, ഇന്ന് നിങ്ങളൊരു ദൈവമാണ് എന്ന രീതിയിലാണ് സ്വയം വിലയിരുത്തുന്നതെന്നും പല ആളുകളും നിങ്ങളെ ദൈവത്തെ പോലെ കാണുന്നു എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിന് ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് ആത്മീയ കച്ചവടമാണ് എന്ന രീതിയിൽ ശക്തമായ വിമർശനം തന്നെയാണ് അദ്ദേഹത്തെ തേടിയെത്തുന്നത്. കേരളത്തിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്, എതിർപ്പുണ്ട്. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെന്ന് ഒരു തരത്തിലും കഴിവില്ലാത്ത നിരാലംബരായി നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ചെന്ന് അദ്ദേഹം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിയും എത്രയോ നല്ലതാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക എന്നുള്ളത്. ശരിക്കും പുള്ളിക്കാരന് നോർത്ത് ഇന്ത്യയിൽ ലഭിച്ച ഒരു ആദരവ്, അതിലൂടെ എങ്ങനെ മനുഷ്യരെ സഹായിക്കാം എന്ന രീതിയിൽ കൃത്യമായി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അത് നിറവേറ്റുകയും ചെയ്യുന്ന മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരനെ നമ്മൾ അംഗീകരിച്ചാൽ മതിയാവും. ശരിക്കും ഇങ്ങനെ നേതൃത്വം നൽകാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ പണം നൽകാനും അതേപോലെ തന്നെ പണം ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറാവുന്നുണ്ടെങ്കിൽ, അതിലൂടെ അത് പാവങ്ങൾക്ക് നൽകുകയും അതിലൂടെ അത് പാവങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിൽ വിനിയോഗിക്കാനും ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കാരനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ശരിക്കും പല ആളുകൾക്കും അദ്ദേഹത്തോട് ഇപ്പോഴുള്ളത് ഒരു തരം അസൂയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്നുമല്ലാതിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ആളുകൾക്ക് മുമ്പിൽ ഒരു ഹീറോ പരിവേഷത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ അനുസരിക്കാനും കേൾക്കാനും ആയിരങ്ങൾ പിന്നാലെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും പല ആളുകൾക്കും തോന്നുന്ന ഒരു വിയോജിപ്പ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നിലവിൽ കേരളത്തിലെ പല ആളുകൾക്കും ഷിഹാബ് ചൗട്ടൂറിനോട് തോന്നുന്നത്. എന്ത് തന്നെയായാലും തനിക്ക് വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ ഒരു തരത്തിലും പരാതിപ്പെടാനോ അവർക്കെതിരെ പ്രതികരിക്കാനോ പോവാതെ തൻ്റെ നിലപാടുമായി അദ്ദേഹം മുമ്പോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ ഒരുപാട് സന്തോഷം. എന്ത് തന്നെയായാലും പുള്ളിക്കാരൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം തന്നെ വിളിച്ചു പറയുകയും ചെയ്യാറുണ്ട്. പലയിടത്തും കോളേജുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പലയിടത്തും ആരാധനാലയങ്ങൾക്കും പലയിടത്തും മദ്രസകൾക്കും അദ്ദേഹം തുടക്കമിട്ടു എന്നുള്ളതാണ്. പക്ഷേ അതിലുമുപരി എല്ലാത്തിനും ഇദ്ദേഹം പ്രാധാന്യം കൽപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന് തന്നെ എന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്ത് തന്നെയായാലും ഷിഹാബ് ചൗട്ടൂറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?